അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള രക്ഷിതാക്കളെ, മക്കളെ, നമ്മുടെ 3-ാം ക്ലാസ്സിന് നാളെ ഫിഖ്ഹാണ് വിഷയം. ചെറിയ ഒരു റിവിഷനും ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം ചെയ്യലാണ് ഉദ്ദേശം. ഏകദേശം ഈ ക്ലാസ് കേട്ടാൽ തന്നെ മനസ്സിലാക്കി നാളെ പരീക്ഷയ്ക്ക് പോയാൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ മക്കൾക്ക് എഴുതാൻ കഴിയും. രക്ഷിതാക്കളൊക്കെ എഴുതേണ്ട രൂപങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. മക്കളാരെങ്കിലും ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ മക്കളെ നല്ല ഉഷാറായിട്ട് എഴുതണം. ചോദ്യങ്ങൾ നന്നായിട്ട് വായിക്കുക. നമുക്ക് ചോദ്യങ്ങൾ വായിക്കാൻ തിരിയുമെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ ക്ലാസ് കേട്ടാൽ തന്നെ നമുക്ക് ഉത്തരം എഴുതാൻ കഴിയും. ചിലതൊക്കെ നമുക്ക് ഉത്തരം അറിയുമെങ്കിലും ഉത്തരം ചിലപ്പോൾ പേപ്പറിലാണ് വരാറില്ല. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിലൂടെ കാണാൻ കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒന്നാമത്തെ സാധാരണ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാൻ ഒക്കെ ആയിരിക്കും വരിക. മേലെ തന്നിട്ടുണ്ടാവും, മേലെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബോക്സിൽ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചേരുമടി ചേർക്കാനൊക്കെ ഉണ്ടാവും. എങ്ങനെ വന്നാലും നമുക്ക് എഴുതാൻ കഴിയൂലേ? ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ ചോദ്യം നോക്കി. ഇവിടെ ശരി അടയാളപ്പെടുത്താം. 2 തന്നിട്ടുണ്ട് ഉത്തരത്തിൽ 2-1 ശരിയാണ്. 1 ടിക്കിട്ടാൽ മതി. മറ്റിഞ്ഞ് റോങ് തെറ്റിടണം എന്നില്ല. 1 ടിക്കിട്ടാൽ മതി. 1 വുളൂഇന്റെ ഫർളുകൾ. വുളൂഇന്റെ ഫർളുകൾ എത്രയാണ്? നമുക്ക് പഠിച്ചിട്ടുണ്ട്. എത്രയാണ്? 5 ആണോ 6 ആണോ? ഏതാണ്? വുളൂഇന്റെ ഫർളുകൾ 6 ആണ്. പ്രധാനപ്പെട്ട വുളൂയിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ 6. അതില്ലെങ്കിൽ വുളൂ ശരിയാകോ? ഇല്ല. ഈ 6 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. നേരെ തിരിച്ച് ചോദിക്കാം, വുളൂഇന്റെ ഷർത്തുകൾ എത്രയാണ്? അപ്പോൾ 5 നാഴിക. നമുക്ക് ചിലപ്പം കൺഫ്യൂഷനായി. നമ്മൾ പഠിച്ചിട്ടുണ്ട് വുളൂഇന്റെ ഷർത്തുകൾ 5, വുളൂഇന്റെ ഫർളുകൾ 6. പക്ഷെ ചോദ്യം വന്നപ്പോൾ കൺഫ്യൂഷനായി. അതിപ്പോൾ ഫർള് 6 ആണോ അല്ല 5 ആണോ, ഷർത്ത് 6 ആണോ 5 ആണോ, കൺഫ്യൂഷൻ വരും. അങ്ങനെയാണ് ഈ കൺഫ്യൂഷൻ വരുന്നത്. അപ്പം അതാണ് വുളൂഇന്റെ ഫർളുകൾ നമ്മൾ എപ്പോഴും ഓർമ്മയിലുണ്ടാകുക. വുളൂഇന്റെ ഫർളുകൾ എത്രയാണ്? അത് 6 ആണ്. വുളൂഇന്റെ ഷർത്തുകൾ ചോദിച്ചാൽ 5. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ബാക്കി വിഷയം പിന്നീട് പറയാം. 2-ാമത്തെ ചോദ്യം, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം, വുളൂ ചെയ്യണം. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്താ ചെയ്യേണ്ടത്? പറയൂ മക്കൾ, പറയൂ. ഏതാണ്? ഉമ്മാക്ക് എഴുതി കൊടുക്കണം. പേപ്പറിൽ എന്ത് ചെയ്യാം? മക്കൾ കേൾക്കുന്നവരുടെ എന്ത് ചെയ്യുക? ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതുക, അല്ലെങ്കിൽ ടിക്കിടുക. ടിക്കിടുന്ന പോലെ എന്ത് ചെയ്യുക? ഒന്ന് ചെയ്യാം. ഏതാണ്? വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം. അല്ലെ? കുളിക്കണം എന്നതിൻ്റെ നേരെയാണ് ടിക്കിടേണ്ടത്. ഇനി തിരിച്ചു വരും, ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ. അപ്പം നമ്മൾ എവിടെ ടിക്കിടേണ്ടത്? വുളൂ ചെയ്യണം, അവിടെ ടിക്കിടണം. രണ്ടും തിരിച്ചു മറിച്ചും വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? മാറാൻ പാടില്ല. വലിയ ശുദ്ധിയിൽ നിന്ന്, അല്ലേ? വലിയ ശുദ്ധി ഉണ്ടായാൽ പിന്നെ എന്ത് ചെയ്യണം? വലിയ ശുദ്ധിയാണ്, അപ്പോൾ വലുതാണ്. അപ്പം അതിനെന്ത് ചെയ്യണം? ഒന്നായിട്ട് കുളിക്കണം, അല്ലേ? കുളിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നായിട്ട്, അല്ലേ? ശരീരം ഒന്നായിട്ട് വെള്ളം ഒഴിക്കുക. ചെറിയ ശുദ്ധി ആകുമ്പോൾ ചെറുതാണ്. അപ്പം എന്ത് ചെയ്താൽ അവിടെയും ഇവിടെയും നമ്മൾ സാധാരണ വുളൂ എടുക്കുമല്ലോ, അപ്പോൾ വുളൂ എടുത്താൽ മാത്രം മതി. ഇനി 3-ാമത്തെ, സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കുന്നതും. എന്ത് ചെയ്യുക? സ്വയം ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാനും പറ്റും. അതിൻ്റെ പേരാണ് എന്ത്? നജസാണോ തൊഹൂറാണോ? വേദിലും തൊഹൂറ്. കൺഫ്യൂഷൻ ചിലപ്പം വരെ എപ്പോഴാണ്? തോഹിറാണോ തൊഹൂറാണോ എന്ന് ചോദിക്കുമ്പോൾ നജസ് തൊഹൂർ എന്ന് കണ്ടാൽ പിന്നെ അവിടെ സംശയം ഉണ്ടോ? ഇല്ല. തൊഹൂർ ടിക്കിട്ടാ മതി. തോഹിർ തൊഹൂറ് ഇതിലേതാ? അപ്പോഴും തൊഹൂർ തന്നെ, അല്ലേ? തോഹിർ എന്ന് പറയാൻ എന്താണ്? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതാണ്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയാത്തതാണ് തോഹിർ. സ്വയം ശുദ്ധിയുണ്ട്, പക്ഷെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റൂല. ഇനി 4-ാമത്തെ നോക്കി, വെള്ളം ഒലിപ്പിക്കേണ്ട അവയവം. ഇവിടെ കൊടുത്തിട്ടുണ്ട് തല, മുഖം. ഏതാണ്? വെള്ളം ഒലിപ്പിക്കേണ്ടതാണ്. വെള്ളം ഒന്നായിട്ട് എന്ത് ചെയ്യണം? വുളൂ എടുക്കുമ്പോൾ വെള്ളം ഒന്നായിട്ട് എന്ത് ചെയ്യണം? ഒലിപ്പിക്കണം. അതേതാണ്? മുഖമാണ്. നമ്മളെങ്ങനെയല്ലേ ചെയ്യുക? തലയിൽ ഒന്നായിട്ട് വെള്ളം വയ്ക്കലുണ്ടോ? ഇല്ല. കയ്യിലൊന്നായിട്ട് വെള്ളം എടുത്തിട്ട് തലയിൽ ഒന്നായിട്ട് വയ്ക്കലുണ്ടോ? ഇല്ല. അതൊക്കെ നമുക്ക് ആലോചിച്ചാൽ മതി. ആലോചിച്ചുകൊണ്ട് ഉത്തരം എഴുതിയാൽ മതി. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉത്തരം എഴുതാൻ കഴിയും. ഇനി ഇങ്ങനെ തന്നു ചോദ്യം, തടവേണ്ട അവയവം. തല, മുഖം എന്ന് പറഞ്ഞാൽ അപ്പം എന്ത് ചെയ്യണം? തല അവിടെ ടിക്കിട്ടാൽ മതി. തലയും ചെവിയും തടവേണ്ട അവയവമാണ്. ശ്രദ്ധിക്കണം. ചോദ്യം ചിലപ്പോൾ എന്ത് ചെയ്യും? ഉത്തരം എഴുതേണ്ട ഭാഗത്തൊക്കെ വരും തടവേണ്ട അവയവം ഏതൊക്കെ. അപ്പം എന്ത് ചെയ്യണം?
തല, ചെവി, അല്ലേ? തലയും 2 ചെവിയും. ബാക്കിയുള്ളത് മുഴുവൻ എന്താണ്? കഴുകേണ്ട അവയവങ്ങളാണ്. ഇത് രണ്ടും മാത്രമേ തടവേണ്ട അവയവമുള്ളൂ. ശ്രദ്ധിക്കുക. ഇനി നിയ്യത്ത് ഉച്ചരിക്കൽ. നിയ്യത്ത് ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഉച്ചരിക്കൽ, പറയാ, അല്ലേ? അത് സുന്നത്ത്, ഫർള് ഏതാണ്? സുന്നത്താണ്, അല്ലേ? ഉച്ചരിക്കൽ, കരുതൽ, നിയ്യത്ത് കരുതൽ, അത് ഫർളാണ്. ചോദ്യം ഉച്ചരിക്കൽ എന്നതാണ്. ചോദ്യം മാറാൻ പാടില്ല. നമ്മൾ റിവിഷൻ ആകുമ്പോൾ അപ്പോൾ ആ വിഷയങ്ങളും പറയണമല്ലോ. ഏത് വന്നാലും നമുക്ക് ഉത്തരം എഴുതാൻ കിട്ടണം. അതിനാണ് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 6-ാമത്തത് കണ്ടില്ലേ? കൈകാലുകൾ കഴുകുമ്പോൾ മുന്തിക്കണം. അതെ, കൈയും കാലൊക്കെ കഴുകുമ്പോൾ ഏതാ മുന്തിക്കേണ്ട? ആദ്യം ഇടത്, വലത്. നമുക്ക് വേറെ അറിയാം, വലത്. ഇനി വേർതിരിക്കാനുള്ളതാണ്. നോക്കി, അവിടെ കൊടുത്തത് മുഖം കഴുകുക, തലയിൽ നിന്ന് അല്പം തടവുക, മിസ്വാക്ക് ചെയ്യുക, ചെവി തടവൽ, തല മുഴുവനും തടവുക, അല്ലെ? വഴിക്ക് വഴിയായി ചെയ്യുക. 1 വുളൂഇന്റെ സുന്നത്തുകൾ. വുളൂഇന്റെ സുന്നത്തുകൾ. താഴെയുള്ളത് വുളൂഇന്റെ ഫർളുകൾ. പ്രധാനപ്പെട്ടത് വുളൂഇന്റെ ഫർളുകൾ, അല്ലേ? അത്ര പ്രാധാന്യം ഇല്ലാത്തത് സുന്നത്തുകൾ. രണ്ടും നമ്മൾ ചെയ്യേണ്ടതാണ്. എങ്കിലും ഇവിടെ രണ്ടും വേർതിരിക്കാനുള്ളതാണ്. നമ്മൾ ഫർളുകൾ പഠിച്ചു. ഫർളുകൾ ഓർമ്മയിൽ ഉണ്ടാകണം. 1 നിയ്യത്താണ്. അത് ഓർമ്മ ഉണ്ടായാൽ നമുക്ക് എഴുതാൻ കഴിയും. 1 നിയ്യത്ത്, 2 മുഖം കഴുകുക, 3 മുട്ടുൾപ്പെടെ കഴുകുക, 4 തലയിൽ നിന്ന് അല്പം തടവുക, 5 ഞെരിയാണി ഉൾപ്പെടെ കഴുകുക, അല്ലേ? 2 കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. 6-ാമത്തെ തെർത്തീബ്, ക്രമത്തിൽ ചെയ്യുക. തെർത്തീബ് എന്ന് പറഞ്ഞാൽ ക്രമപ്രകാരം ചെയ്യുക, ഓർഡർ അനുസരിച്ച് ചെയ്യുക. ഇതാണ് 6. ഇത് മാത്രമേ എന്തുള്ളൂ? ഫർളുള്ളൂ. ഇത് മാത്രമേ എന്തുള്ളൂ? നിയ്യത്ത്, മുഖം തടവൽ, കൈ 2 മുട്ടുൾപ്പെടെ തടവൽ, കഴുകൽ, പിന്നെ തലയിൽ നിന്ന് അല്പം തടവൽ. തല മുഴുവൻ തടവൽ എന്താണ്? സുന്നത്വമാണ്. തലയിൽ നിന്ന് അല്പം തടവലാണ് നിർബന്ധം, അല്ല? അല്പം തടവൽ നിർബന്ധം. കാല് 2. അപ്പൊ ചെവിയൊന്നും എന്തില്ല? വായിൽ വെള്ളം കൊപ്പിളിക്കൽ, മുൻകൈ 2 കൈകൽ, ഇതൊന്നും ഇതില്ല. മിസ്വാക്ക് ചെയ്യാം, ഇതൊന്നും ഇതില്ല. ഫർളല്ല. ഫർളിൽപ്പെട്ട കാര്യങ്ങൾ നിയ്യത്ത് ഒന്ന് പറഞ്ഞാൽ, നിയ്യത്ത്, മുഖം കഴുകുക, കൈ 2 മുട്ടുൾപ്പെടെ കഴുകുക, തലയിൽ നിന്ന് അല്പം തടവുക, ഞെരിയാണി ഉൾപ്പെടെ 2 കാലും കഴുകുക. പിന്നെ ക്രമപ്രകാരം തെർത്തീബായി ചെയ്യുക. തെർത്തീബ് എന്ന് പറഞ്ഞാൽ ക്രമപ്രകാരം ചെയ്യുക. ഇതാണ് ഫർള്. അപ്പൊ നോക്കി, സുന്നത്തുകൾ. മുഖം കഴുകുക എവിടെ കൊടുക്കണ്ടേ? ഫർളിന്റെ കോളത്തിൽ. തലയിൽ നിന്ന് അല്പം തടവുക, അല്പമാണ്, അത് ഫർളാണ്. മിസ്വാക്ക് ചെയ്യുക, അത് സുന്നത്താണ്. ചെവി തടവൽ നിർബന്ധമാണ്. ആണോ? അല്ലല്ല. ചെവി തടവൽ നിർബന്ധമാണോ? മാറാൻ പാടില്ല. ചെവി തടവൽ, ചെവിയാണ്. തല തടവലാണ്. തലയിൽ നിന്ന് അല്പം തടവലാണ് നിർബന്ധം. നേരത്തെ പറഞ്ഞു, ചെവി തടവൽ സുന്നത്താണ്. ഇനിയോ തല മുഴുവനും തടവുക, അതും സുന്നത്താണ്. തല മുഴുവനാണ്, മാറാൻ പാടില്ല. തലയിൽ നിന്ന് അല്പം തടവൽ നിർബന്ധവും തല മുഴുവൻ തടവൽ സുന്നത്തുമാണ്. വഴിക്ക് വഴിയായി ചെയ്യുക, തെർത്തീബ്, അതേതാണ്? ഫർളാണ്. അപ്പൊ ഏതൊക്കെയാണ് വുളൂഇന്റെ സുന്നത്തുകൾ? വുളൂഇന്റെ സുന്നത്തുകൾ പിന്നെ മിസ്വാക്ക് ചെയ്യുക, ചെവി തടവല്, തല മുഴുവനും തടവല്. ബാക്കിയുള്ള 3 മുഖം കഴുകുക, തലയിൽ നിന്ന് അല്പം തടവുക, വഴിക്ക് വഴിയായി ചെയ്യുക, അത് വുളൂഇന്റെ ഫർളുകളാണ്. മനസ്സിലായില്ലേ? ഇനി 2 വീതം എഴുതാനുള്ളതാണ്. 1 നജസല്ലാത്ത ശവങ്ങൾ. 2 വീതം എഴുതാനുള്ളതാണ്. നജസല്ലാത്ത ശവങ്ങൾ അതേതാണ്? മനുഷ്യൻ, മത്സ്യം, വെട്ടുകിളി. നജസല്ലാത്ത ശവങ്ങൾ ഏതാണ്? നജസ് അല്ലാത്ത ശവങ്ങൾ. ശവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചത്താലും ജീവൻ പോയാലും നജസ് അല്ല എന്നർത്ഥം. ഏതാണത്? 1 നമ്മൾ തന്നെ മനുഷ്യന്മാര്, അല്ലെ? മനുഷ്യൻ. പിന്നെ ഏതാണ്? മത്സ്യം. അത് നമ്മൾ ഓർത്താൽ മതി. ഏതാണ്? മനുഷ്യൻ, മത്സ്യം, വെട്ടുകിളി, ജറാദ് എന്നൊക്കെ പറയും, അല്ലേ? അപ്പൊ ഏതാണ്? മനുഷ്യൻ. ആലോചിച്ചാൽ മതി. മനുഷ്യനാണ്. 1 നമ്മളാണ് മനുഷ്യൻ. പിന്നെയോ മത്സ്യം, അല്ലേ? നമ്മൾ മീനൊക്കെ എന്താ ജീവനോടൊക്കെ കൊണ്ടല്ലാണോ? അല്ല. നമ്മൾ എന്ത് ചെയ്യാണ്? അത് ചത്താലും എന്തല്ല, മീന് ചത്താലും അത് നജസല്ല. അങ്ങനെ തന്നെയല്ലേ നമ്മൾ ചെയ്യലേ? അപ്പൊ മനുഷ്യൻ, മത്സ്യം, വെട്ടുകിളി. പിന്നെയോ 2-ാമത്തെ ചോദ്യം കണ്ടേ, വെള്ളം ചേരുന്നതിന് തടയുന്ന വസ്തുക്കൾ. നമ്മളെ പുസ്തകത്തിൽ പറഞ്ഞത് പശ, ഉറച്ച എണ്ണ, അല്ലേ? ഉറച്ച മൈലാഞ്ചി. ഇനി വേറെ എന്തൊക്കെ പുറത്താ? ചക്കന്റെ വളഞ്ഞില്ലേ? ചക്കന്റെ പശ, വളഞ്ഞി എന്നല്ല പറയാം. അതുപോലത്തെ എന്ത് വസ്തുക്കളും
നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഒരാളെന്ത് ചെയ്യും? ചൂയിക്കും, കൈമോട്ടിച്ചു, അവിടെ വെള്ളം ചേരൂല്ലെങ്കിൽ അത് തടസ്സമാണ് അല്ലേ? ഇങ്ങനെയുള്ള പിന്നെ വസ്തുക്കൾ അത് മുഴുവൻ ഏത് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ എഴുതി കൊടുക്കുക. പഠിച്ചതും പഠിക്കാത്തൊക്കെ എഴുതി കൊടുത്താൽ ഉത്തരം ശരിയാവണം. അതിൽ മൂന്നാമത്തെ ചോദ്യം നിസ്കാരത്തിന്റെ ഷർത്തുകൾ. നിസ്കാരത്തിന്റെ ഷർത്തുകൾ എത്രയാണ്? 5 അല്ലേ? അത് വളരെ പ്രധാനപ്പെട്ടത് എഴുതിയാൽ അല്ലെങ്കിൽ ചെറുതായിട്ട് നമുക്ക് എഴുതാൻ ഏതാണ്? നജസിൽ നിന്ന് ശുദ്ധിയാവുക ചെറുത്. ഔറത്ത് മറക്കുക, പിന്നെയോ ഖിബലക്ക് മുന്നിടുക, സമയമായെന്ന് അറിയുക. അപ്പൊ എന്ത് ചെയ്താ? 3 പിന്നെ എത്ര എഴുതാനാ പറഞ്ഞേ? 2 എഴുതാനാ പറഞ്ഞേ അല്ലേ? അപ്പൊ 2 ഏതെങ്കിലും ഒന്ന് ഇതാ. ഔറത്ത് മറക്കുക, ഖിബലക്ക് മുന്നിടുക, നജസിൽ നിന്ന് ശുദ്ധിയാവുക. ഫസ്റ്റ് ഒരാൾക്ക് ഞാൻ ക്രമത്തിൽ ഓർമ്മ ഉള്ളെങ്കിൽ ഇങ്ങനെ ഇതാ: ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക, നജസിൽ നിന്ന് ശുദ്ധിയാവുക, ഔറത്ത് മറക്കുക, സമയമാവുകയും ആയെന്നറിയുകയും ചെയ്യുക, ഖിബലക്ക് മുന്നിടുക. ഇതിൽ 2 ഏതെങ്കിലും 2 എഴുതി കൊടുത്താൽ മതി. ഇനി അടുത്ത ചോദ്യം നോക്കി. നിസ്കാരം നിർബന്ധമുള്ളത് ആർക്കാണ്? പഠിച്ചിട്ടില്ല. നിസ്കാരം നിർബന്ധമുള്ളത് ആർക്കാണ് മക്കളെ എന്ന് പറഞ്ഞാണ്? പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും. പ്രായപൂർത്തിയും ബുദ്ധിയും ഇതൊക്കെ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? അക്ഷരം തെറ്റാതെ എഴുതാം. ഇനി എഴുതാൻ ഏതെങ്കിലും അക്ഷരമൊക്കെ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അക്ഷരങ്ങളൊക്കെ എഴുതുക. ഒന്നില്ലെങ്കിൽ ആ അക്ഷരം വിട്ടിട്ടെങ്കിലും എഴുതി കൊടുക്കണം. അവിടെ ഒരക്ഷരം അറിയില്ല എന്ന് കരുതിയിട്ട് ആ ഉത്തരം ഒന്നായിട്ട് ഒഴിച്ചിടരുത്. നമ്മളെ കൊണ്ട് അറിയുന്ന രൂപത്തിൽ അറിയുന്ന അക്ഷരങ്ങൾ വെച്ചുകൊണ്ട് എഴുതി കൊടുക്കണം. ഒരു കാരണവശാലും ഒഴിച്ചിടാൻ പാടില്ല. മക്കളെ മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തത് നിസ്കാരത്തിന്റെ മുമ്പ് നജസുകളിൽ നിന്ന് നമ്മുടെ എന്തെല്ലാം ശുദ്ധിയായിരിക്കണം? നിസ്കാരത്തിന്റെ മുമ്പ്, നിസ്കരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നജസുകളിൽ നിന്ന് നമ്മുടെ എന്തെല്ലാം ശുദ്ധിയായിരിക്കണം? നമുക്കറിയാം, നമ്മുടെ ശരീരം ശുദ്ധിയായിരിക്കണം, വസ്ത്രം ശുദ്ധിയായിരിക്കണം, സ്ഥലം ശുദ്ധിയായിരിക്കണം. അപ്പൊ അങ്ങനെ ഓരോന്ന് ശുദ്ധിയായിരിക്കണം എന്ന് എഴുതണ്ട. ശരീരം, വസ്ത്രം, സ്ഥലം എന്ന് എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. പിന്നെ ശരീരം, വസ്ത്രം, സ്ഥലം. ശരീരം അല്ലേ? നമ്മളെ ശരീരം, വസ്ത്രം, നിസ്കരിക്കുന്ന സ്ഥലം, ഇതൊക്കെ എന്ത് ചെയ്യണം? ശുദ്ധിയായിരിക്കണം. ശുദ്ധി 2 തരമുണ്ട്. ഏതൊക്കെ? ഒന്ന് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക, മറ്റൊന്ന് നജസിൽ നിന്ന് ശുദ്ധിയാവുക. 2 ഉണ്ട്. അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക. അശുദ്ധി 2 തരമുണ്ട് എന്ന് പറഞ്ഞാൽ അശുദ്ധി 2, ഞാൻ അങ്ങനെ ചോദ്യം വരും. അശുദ്ധി 2 തരമുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് വലിയ അശുദ്ധിയും മറ്റൊന്ന് ചെറിയ അശുദ്ധിയും. ഇവിടെ ചോദിച്ചത് ശുദ്ധിയാണ്. ശുദ്ധി 2 ഇതുണ്ട്. ഒന്ന് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവൽ, പിന്നെയോ നജസിൽ നിന്ന് ശുദ്ധിയാവൽ. ഇനി വേറെ ചോദിച്ചു, പിന്നെ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവേണ്ടത് എങ്ങനെയാണ്? അപ്പൊ എന്ത് ചെയ്യണം? വലിയ അശുദ്ധിയുള്ളവർ കുളിക്കണം, ചെറിയ അശുദ്ധിയുള്ളവർ വുളൂ ചെയ്യണം. ഇനി അടുത്ത ചോദ്യം വരുന്നുണ്ട്. രക്തം കൊണ്ട് നജസായാൽ ശുദ്ധിയാക്കേണ്ട വിധം എങ്ങനെ? അല്ലെ? സാധാരണ ഒരു രക്തം എന്നൊരു ഉദാഹരണം പറഞ്ഞതാണ്. സാധാരണ രക്തമല്ലാത്ത മൂത്രമായി അല്ലെങ്കിൽ കാഷ്ടമായി അല്ലെ, ഇതുമായി ബന്ധപ്പെട്ട ഏതായി, അല്ലെങ്കിൽ ചലമായി, അല്ലെങ്കിൽ ഛർദ്ദിച്ചതായി, ഇങ്ങനെയൊക്കെ നജസ് ചോദ്യം ഏതും വരാം. അങ്ങനെ പാഠത്തിൽ വന്നിട്ടില്ലേ? രക്തം എന്നുള്ളത് പാഠത്തിൽ വന്നിട്ടില്ലല്ലോ എന്ന് ആലോചിക്കണ്ട. ചോദ്യം അങ്ങനെ വരാം. രക്തം കൊണ്ട് നജസായാൽ, അല്ലെങ്കിൽ ഛർദ്ദിച്ചത് കൊണ്ട് നജസായാൽ, അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചത് കൊണ്ട് നജസായാൽ, അല്ലെങ്കിൽ കാഷ്ടിച്ചത് കൊണ്ട് നജസായാൽ, ഇങ്ങനെയൊക്കെ വരാം. അപ്പൊ ഏത് ചോദ്യം വന്നാലും നമ്മളെ പാഠത്തിലില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണ്ട? ഉസ്താദിനോട് ഇങ്ങനെ ചോദിച്ചിങ്ങനെ കണ്ട ചോദ്യം നമ്മളെ ക്ലാസ് കേൾക്കുന്നവരെന്ത് ചെയ്യാന്ന് മനസ്സിലാക്കുക. ഏതുകൊണ്ട് നജസായാലും അതിനെ ഉത്തരം എങ്ങനെയാണ്? നജസുകളുടെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. ഉത്തരം എങ്ങനെയാണ് കഴുകേണ്ട വിധം? നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. അതാണ് എഴുതി വെക്കേണ്ടത്. അല്ലെങ്കിൽ നജസുകളുടെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. അത് മനസ്സിലായില്ലേ? ഇനി 5ാമത്തെ ചോദ്യം നോക്കി. ഫർദ് നിസ്കാരത്തിന് സമയമായ ശേഷമേ വുളൂ ചെയ്യാൻ പാടുള്ളൂ. ആര്? മൂത്രവാർച്ച പോലെയുള്ള നിത്യ അശുദ്ധി ഉള്ളവർ. ഇങ്ങനെ എഴുതിയാലും മതി. നിത്യ അശുദ്ധിയുള്ളവർ എന്ന് എഴുതിയാലും മതി. അല്ലെങ്കിൽ ഉദാഹരണത്തിന് മൂത്രവാർച്ച പോലെയുള്ള നിത്യ അശുദ്ധിയുള്ളവർ. ഇത്ര എഴുതാമേ. നിത്യ അശുദ്ധിയുള്ളവർ ഫർദ് നിസ്കാരത്തിന് പിന്നെ സമയമായ ശേഷമേ വുളൂ ചെയ്യാൻ പാടും. നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ സാധാരണ എന്ത് ചെയ്യുക?
പിന്നെ അങ്ങനത്തെ അസുഖമൊന്നും ഇല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യുക, എപ്പോഴും വുളു കൊടുക്കുക. അപ്പോൾ നമുക്ക് നൂറ് ബാങ്ക് കൊടുത്തിട്ടില്ല എങ്കിൽ നൂറിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാം, വുളു കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, തയ്യാറാകാം. എന്നാൽ മൂത്രവാർച്ചയുള്ള നിത്യശുദ്ധിക്ക ഉള്ള ആളുകൾ വുളു എടുക്കേണ്ടത് എപ്പോഴാണ്? സമയമായ ശേഷം, അഥവാ ബാങ്ക് കൊടുത്തതിന് ശേഷം, അല്ലേ? സമയമാകുമ്പോഴാണ് ബാങ്ക് കൊടുക്കൽ. അപ്പോൾ സമയമായ ശേഷമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വുളു ചെയ്യാൻ പാടുള്ളൂ. ആരൊക്കെ? നിത്യശുദ്ധിയുള്ളവർ. ഏതാണ് നിത്യശുദ്ധിയുള്ളവർ? ഉദാഹരണം ഏതാണ്? മൂത്രവാർച്ച പോലെയുള്ള ആളുകൾ. ഇനി അടുത്ത് പൂർത്തിയാക്കാനുള്ളതാണ്. നിസ്കാരം ദീനിന്റെ ഡാഷ് എന്താണ്? തൂണാണ്. വുളു ഇല്ലാത്ത അവസ്ഥയാണ് ചെറിയ അശുദ്ധി, അല്ലേ? വുളു ഇല്ലാത്ത അവസ്ഥയാണ് ചെറിയ അശുദ്ധി. ഇനി മൂന്നാമത്തെ, വുളുവിൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് എന്ത്? വുളുവിന്റെ ഫർളുകൾ നെയ്ത, അല്ലെങ്കിൽ വുളുവിന്റെ ഫർളുകൾ നെയ്ത. വുളുവിൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ മൂന്നാമത്തെ, അല്ലേ? നാലാമത്തെ, അൽഹംദുലില്ലാഹില്ലദീ, അതിന്റെ ബാക്കി എന്താ? ജഅലൽ മാഅ ത്വഹൂറാ എന്ന് എഴുതി കൊടുക്കണം. എന്ത് ചെയ്യണം? എഴുതി പഠിക്കണം. ഇനി അടുത്ത് നോക്കി, അത് ഓർഡർ ശരിയല്ല, ഓർഡറാക്കി എഴുതണം. ഏതാ തുടക്കം? മിനൽ തവ്വാബീന മിനൽ മുതത്വഹിരീന മിൻ ഇബാദിക്കൽ സ്വാലിഹീൻ വജഅൽനി അല്ലാഹുമ്മ ജഅൽനി വജഅൽനി. തുടക്കം ഏതാ നമുക്കറിയാം. അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതത്വഹിരീന വജഅൽനി മിൻ ഇബാദിക്കൽ സ്വാലിഹീൻ. അത് ഓർഡർ അനുസരിച്ച് ആദ്യം എന്ത് ചെയ്യുക? ഒന്ന് നമ്പർ ഇട്ട് വെക്കുക. മേലെ പെൻസിൽ കൊണ്ട് എന്ത് ചെയ്യുക? മെല്ലെ നമ്പർ ഇട്ട് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ നമ്പർ അനുസരിച്ച് ഒന്ന് പറഞ്ഞു നോക്കുക ശരിയാകുന്നുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ ശരിയാക്കിയിട്ട് എഴുതി കൊടുത്താൽ മതി, അപ്പം ശരിയാവും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? അല്ലാഹുമ്മ ജഅൽനി, തുടക്കം കിട്ടിയാൽ അല്ലാഹുമ്മ ജഅൽനി എന്ന് എഴുതി കൊടുക്കുക. പിന്നെ ഉള്ളത് ഏതാണ്? അല്ലാഹുമ്മ ജഅൽനി, ബാക്കി അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന. അപ്പം എന്ത് ചെയ്യുക? മിനൽ തവ്വാബീന എന്ന് എഴുതി കൊടുക്കുക. മിനൽ തവ്വാബീന കഴിഞ്ഞിട്ട് വജഅൽനി മിനൽ മുതത്വഹിരീന, അപ്പം എഴുതി കൊടുക്കുക. അപ്പം ശരിയായി. പിന്നെ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ, ഇങ്ങനെ എഴുതി കൊടുക്കുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇങ്ങനെ ഏത് വന്നാലും ഉത്തരം എഴുതാൻ നമുക്ക് കഴിയണം. സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ പേര് മദ്രസ ഖുർആൻ പഠന സഹായി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾക്കൊക്കെ വിശുദ്ധ ഖുർആൻ പഠിക്കാനൊക്കെ അവസരങ്ങളൊക്കെ ഉണ്ട്, ഉപയോഗപ്പെടുത്തുക. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്. താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ എന്ത് ചെയ്യുക? കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മക്കളൊക്കെ എന്ത് ചെയ്യുക? കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുക. നമ്മുടെ പ്രധാന ഉദ്ദേശം ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ്. കുട്ടികൾക്കൊക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക? ഒന്ന് ജോയിൻ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നല്ല ഉഷാറായിട്ട് പഠിക്കാനും പരീക്ഷ എഴുതാനും മാർക്ക് നേടാനൊക്കെയുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു തആല നാഫിയായ ഇൽമ് വർദ്ധിപ്പിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.